QIQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. If P and Q are natural numbers and P is the multiple of Q, then what is the HCF of P and Q? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. P and Q are two natural numbers and P is the multiple of Q. That means P equals to some number multiplied by Q. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. വേറെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു നമ്പർ മറ്റേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. അതിലെ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും HCF. ആ ഒരു റൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോക്കാം. P ഈക്വൽസ് ടു സം നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ Q. അപ്പോൾ Q ആയിരിക്കുമല്ലോ ഇതിലെ സ്മോൾ നമ്പർ ഏതോ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് P കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? Q. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് LCM ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും LCM. അപ്പോൾ നമ്മുടെ ആൻസർ P ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. 3 and 15 are the two numbers. 15 is a multiple of 3. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ LCM എന്തായിരിക്കും? 15 ആയിരിക്കും. HCF എന്തായിരിക്കും? 3 ആയിരിക്കും. 2 നാച്ചുറൽ നമ്പേഴ്സ് ഒരു നമ്പറും മറ്റേ നമ്പറിന്റെ മൾട്ടിപ്പിൾ കൂടെ ആണെങ്കിൽ നമുക്ക് HCF ആയിട്ട് എടുക്കേണ്ടത് അതിലെ ചെറിയ നമ്പറും LCM ആയിട്ട് എടുക്കേണ്ടത് അതിലെ വലിയ നമ്പറും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ MCQ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ എഴുതാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.